ഇത് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു കഥയാണ്. ഞങ്ങൾ 5 പേരടങ്ങുന്ന ഒരു ഗ്രൂപ്പ് കുടജാദ്രിക്ക് ട്രെക്കിങ്ങിന് പോയി. ഈ 5 പേരിൽ ഞാൻ ഉൾപ്പെടെയുള്ള 4 പേര് ഞങ്ങളൊരു റൂമിൽ ഒരുമിച്ച് താമസിക്കുന്നവർ. മറ്റേ ആൾ എൻ്റെ ഫ്രണ്ടാണ്. അപ്പോൾ ഇവർക്കിടയിലുള്ള ലിങ്ക് ഓഫ് ദ ലിങ്ക് ഞാനാണ്. ഞങ്ങൾ ട്രെയിൻ കയറി ഡെസ്റ്റിനേഷൻ ബൈൻഡൂരാണ്. അതെത്തുന്നതിന് കുറച്ച് മുന്നേ നമ്മൾ ഉടുപ്പിയിൽ വെച്ച് സമൂസ കഴിച്ചു. എൻ്റെ ജീവിതത്തിൽ ഞാൻ കഴിച്ച വൺ ഓഫ് ദ ബെസ്റ്റ് സമൂസയായിരുന്നു അത്. അത് കഴിഞ്ഞ് ഞങ്ങൾ ഡെസ്റ്റിനേഷൻ എത്തി. ഉച്ചയായപ്പോഴേക്കും നമ്മൾ ട്രെക്കിംഗ് സ്പോട്ട് എത്തി ട്രെക്കിംഗ് സ്റ്റാർട്ട് ചെയ്തു. ഇനി അങ്ങോട്ടുള്ള കഥയിൽ പ്രധാനപ്പെട്ട 2 ക്യാരക്ടേഴ്സാണുള്ളത്. അവരുടെ ഐഡൻറ്റിറ്റി റിവീൽ ചെയ്യാതെ നമുക്ക് അവരെ അങ്ങനെ അമിതാഭ് ബച്ചൻ എന്നും ധർമ്മേന്ദ്ര എന്ന് വിളിക്കാം. അപ്പോൾ ഈ അമിതാഭ് ബച്ചൻ ഭയങ്കര ഓർഗനൈസ്ഡ് ആയിട്ടുള്ള വ്യക്തിയാണ്. ഈ ട്രിപ്പ് വരുന്നതിന് മുന്നേ അമിതാഭ് ബച്ചൻ ഒരാഴ്ച മുന്നേ ഹംപിയിലേക്ക് ട്രിപ്പ് സ്വന്തം ഓർഗനൈസ് ചെയ്ത് പോയി തിരിച്ചു വന്ന ആളാണ്. നേരെ മറിച്ച് ഈ ധർമ്മേന്ദ്ര എന്ന് പറയുന്നത് നിന്ന് നിപ്പിൽ ബോംബെക്ക് ടിക്കറ്റ് എടുക്കാതെ വണ്ടി കയറിയിട്ടുള്ള അങ്ങനത്തെ ചരിത്രമുള്ള ആളാണ്. അങ്ങനെ എല്ലാവരും കൂടി നടക്കാൻ തുടങ്ങി. ഈ കാട്ടിൽ എന്തെങ്കിലും ഇൻട്രസ്റ്റിംഗ് ആയിട്ടോ എന്തെങ്കിലും കാണുമ്പോഴേക്കും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഓഫ് റോഡൊക്കെ കാണുമ്പോഴേക്കും ധർമ്മേന്ദ്ര അതിൻ്റെ പുറകെ പോകും. അപ്പോൾ മൊത്തത്തിൽ നമ്മുടെ ടീം കുറച്ച് ലാഗാവും. അപ്പോൾ ഇത് കുറച്ചായപ്പോഴേക്കും അമിതാഭ് ബച്ചൻ ഇടപെട്ട്. അമിതാഭ് ബച്ചൻ എന്നോട് പറഞ്ഞു, ഇവനിങ്ങനെ കാണിക്കുന്നതുകൊണ്ട് നമ്മൾ ടീം മൊത്തത്തിൽ ലാഗാവുകയാണ്, നമുക്ക് സൺസെറ്റിന് മുമ്പ് അവിടെ എത്തേണ്ടതാണ്. അപ്പോൾ അവനോട് കുറച്ച് സ്പീഡിൽ മര്യാദക്ക് നടക്കാൻ പറയാം. അപ്പോൾ എനിക്കും അമിതാഭ് ബച്ചൻ പറഞ്ഞ കാര്യമായിട്ട് തോന്നി. അപ്പോൾ ഞാനത് ധർമ്മേന്ദ്രനോട് പറഞ്ഞു. അപ്പോൾ ധർമ്മേന്ദ്ര എന്നോട് പറഞ്ഞു, ഇവനിങ്ങനെ ഓവറാക്കേണ്ട കാര്യമൊന്നുമില്ല, ഇത് നമ്മൾ ട്രെക്കിങ്ങിന് വന്നത് ചില്ല് ചെയ്യാനാണ് വന്നത്, അപ്പോൾ നമ്മൾ ചില്ല് ചെയ്ത് പതുക്കെ എത്തിയാൽ മതി. അപ്പോൾ ഇവർക്കിടയിൽ എന്തോ ഒരു ക്ലാഷ് നേരത്തെ ഉണ്ട്. ബേസിക്കലി ഞാനപ്പോൾ ചെകുത്താനും കടലിനും നടുക്കുവിട്ടൊരവസ്ഥയായി. അങ്ങനെ ഇതുങ്ങളെയും കൊണ്ട് ഞാൻ പോവുകയാണ്. അപ്പോൾ കുടജാദ്രിക്ക് ട്രെക്ക് ചെയ്തവർക്കറിയാം, അവിടെ കാടിൻ്റെ നടുക്ക് ഒരു ചായക്കടയുണ്ട്. അപ്പോൾ അവിടെ അത് അന്നൊരു മലയാളിയാണ് നടത്തിയിരുന്നത്. നല്ല പുട്ടും കടലയൊക്കെ കിട്ടും. നമ്മളെല്ലാവരും പുട്ടും കടലയൊക്കെ കഴിച്ചു. അപ്പോൾ ഇത്രയും ദൂരം നടന്നിട്ട് നമുക്ക് പുട്ടും കടലയും കിട്ടുമ്പോൾ ഭയങ്കര ഒരു സന്തോഷമായിരിക്കും. ഇതൊക്കെ കഴിഞ്ഞ് ഇനി ഹാഫ് വേ ആണ്, അത് കുറച്ച് കയറ്റമാണ്. അവിടെ വെച്ച് ചെറിയൊരു ട്വിസ്റ്റ് സംഭവിക്കും.